സമരത്തിൽ പങ്കെടുക്കാൻ ജീവനക്കാരെ അയച്ച ദുബായിലെ സ്ഥാപനവും ഉടമയും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിൽ. ദുബായിൽ പ്രവർത്തിക്കുന്ന അബ്രേക്കോ ഫ്രൈറ്റ് എന്ന കമ്പനിയുടെ ഉടമ മുഹമ്മദ് ഷാജിയാണ് CJP സമരത്തിൽ പങ്കെടുക്കാൻ 23 പേരെ ദില്ലിയിലേക്ക് അയച്ചത്. ഇർഷാദ്, അൻഫാസ്, ടോയോ എന്നിവരുൾപ്പെടെ 23 പേരുടെ വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം തുടങ്ങിയ മുഴുവൻ ചിലവുകളും മുഹമ്മദ് ഷാജിയാണ് വഹിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇവരെല്ലാം പിന്നീട് ദില്ലിയിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ നടന്ന CJPയുടെ വിജയ ആഘോഷ പരിപാടിയിലും പങ്കെടുത്തതായാണ് വിവരങ്ങൾ ലഭിച്ചത്. അതേസമയം ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ മുഹമ്മദ് ഷാജിക്ക് സാധിക്കില്ല എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നത്. ദുബായിൽ ചെക്ക് കേസ്, വഞ്ചനാ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിലെ ഒരു പ്രതിയാണത്രേ മുഹമ്മദ് ഷാജി. അങ്ങനെയാവുമ്പോൾ ഈ ചിലവുകൾക്കുള്ള പണം എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന ചോദ്യം ഉയരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയും കേസുകളും നേരിടുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ദില്ലിയിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ഇത്രയും പേരെ വിദേശത്ത് നിന്ന് അയച്ചത് എന്നും ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക സഹായമോ ആസൂത്രിത നീക്കമോ ഉണ്ടായിരുന്നോ എന്നും റിപ്പോർട്ട് ചോദ്യമുയർത്തുന്നു. 23 പേരെ തിരഞ്ഞെടുത്ത് അയച്ചത് ഇന്ത്യയിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നോ എന്നും ചോദ്യമുണ്ട്. പ്രതിഷേധം ശക്തമാകുന്ന ദിവസങ്ങളിലാണ് ഇവർ ഇന്ത്യയിൽ എത്തിയത് എന്നതും ശ്രദ്ധേയം. മുഹമ്മദ് ഷാജിയുടെയും ദില്ലിയിലേക്ക് അയച്ച 23 പേരുടെയും യാത്രയ്ക്കും മറ്റു ചിലവുകൾക്കുമുള്ള സാമ്പത്തിക ഉറവിടം എന്താണ് എന്നത് സംബന്ധിച്ച് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിദേശത്ത് സാമ്പത്തിക നിയമപ്രശ്നങ്ങൾ നേരിടുന്ന ഒരാൾ പെട്ടെന്ന് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ തന്റെ തൊഴിലാളികളെ അയക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് കേവലം ഐക്യദാർഢ്യത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നോ അതോ കൂടുതൽ വിപുലവും സംഘടിതവുമായ ഒരു അജണ്ട ഉണ്ടോ എന്നറിയേണ്ടതുണ്ട്. 23 ജീവനക്കാരെയും തിരഞ്ഞെടുത്തു, ഫണ്ട് നൽകി ഒരു സ്വകാര്യ സൈന്യം പോലെ ഇയാൾ അയക്കുകയായിരുന്നു. വിമാനയാത്ര, താമസം, ഭക്ഷണം എന്നിവയുടെ മുഴുവൻ ചിലവും ഷാജിയാണ് വഹിച്ചത്. അത് തന്റെ തൊഴിലാളികളെ ഇന്ത്യൻ മണ്ണിലെ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ പങ്കാളികളാക്കി മാറ്റാൻ. എല്ലാം എന്തുകൊണ്ടും സംശയാസ്പദമാണ്. CJP പ്രക്ഷോഭത്തിന്റെ ഉച്ചസ്ഥായിലാണ് ജീവനക്കാർ എത്തിയത്. കേന്ദ്ര സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്ന് പലരും ആരോപിച്ച ഒരു പ്രക്ഷോഭത്തിലേക്കാണ് ഇത്രയും അധികം തൊഴിലാളികളെ അദ്ദേഹം അയച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തെരുവ് പ്രതിഷേധങ്ങളിൽ വിദേശ ധനസഹായത്തിന്റെയും ബാഹ്യ ഇടപെടലിന്റെ അപകടകരമായ പ്രവണതയെ വീണ്ടും വീണ്ടും ഈ സംഭവം എടുത്തു കാണിക്കുന്നു. CAA വിരുദ്ധ പ്രക്ഷോഭത്തിനിടയിലും ധനസഹായത്തെയും സംഘടിത പിന്തുണയും കുറിച്ച് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ CJP പ്രതിഷേധങ്ങളിലും ഇതേ രീതി ആവർത്തിക്കുന്നു. മുഹമ്മദ് ഷാജി നിലമ്പൂരുകാരനാണ്. അദ്ദേഹം ദില്ലിയിലേക്ക് അയച്ച 23 ജീവനക്കാർക്ക് പിന്നിലെ ഫണ്ടിംഗ് പാതയെക്കുറിച്ച് അധികാരികൾ ഉടൻ അന്വേഷിക്കണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നു. CAA വിരുദ്ധത, ഷഹീൻബാഗ്, ഡൽഹി കലാപം, 2019-2020 CAA വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് ഷഹീൻബാഗിൽ ദീർഘകാലമായി നടന്ന പ്രകടനങ്ങളുടെ ലോജിസ്റ്റിക്സിനെ കുറിച്ചും ധനസഹായത്തെക്കുറിച്ചും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഭക്ഷണം, ടെന്റുകൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, ശബ്ദ സംവിധാനങ്ങൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ സ്ഥിരമായ വിതരണത്തിലൂടെ ആ പ്രതിഷേധങ്ങൾ മാസങ്ങളോളം തുടർന്നു. എന്തായാലും ഇത്തരം സമാഹരണങ്ങൾക്ക് എങ്ങനെ ധനസഹായം ലഭിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള പൊതു രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. CAA വിരുദ്ധ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്നതിനായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഗണ്യമായ വിഭവങ്ങൾ സമാഹരിച്ചു എന്ന ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചതോടെ ഫണ്ടിംഗ് ചർച്ച കൂടുതൽ ശക്തി പ്രാപിച്ചിരുന്നു. ഇതൊടുവിൽ സംഘടനയെ നിരോധിക്കുന്നതിലേക്കാണ് നയിച്ചത്. അതുകൊണ്ടാണ് മുഹമ്മദ് ഷാജി ഉൾപ്പെട്ട നിലവിലെ ദുബായ് സംഭവം ഗൗരവമായ ശ്രദ്ധ അർഹിക്കുന്നത് എന്നും പൊതുസമൂഹം വിലയിരുത്തുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.